ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ 220-ൽ നമ്മൾ DRL ആയിട്ട് സെറ്റ് ചെയ്യാൻ പോയാണ്. അപ്പം ഈ വട്ടം ചെയ്യാൻ പോകുന്ന DRL നമുക്ക് യൂട്യൂബ് വഴി ഒരു കസ്റ്റമർ കണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ RTRനും DRL സെറ്റ് ചെയ്യാൻ പോയാണ്. അപ്പം ഈ വട്ടം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ DRL ചെയ്യുന്നുണ്ട് പിക്സൽ LED. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിക്സൽ LED വെച്ചിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിരുന്നു. അപ്പം ഈ വട്ടം നമ്മൾ ഈ 220 വന്നപ്പം ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കൂടെ ഇതിലുണ്ട്. ഞാൻ അപ്പം അതും കൂടെ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്തിരിക്കാം. Falling free, trying my best not to forget what happened to us, what happened to me, what happened as I let it slip. I was confused by the powers that be, forgetting names and faces. Passers-by were looking at me as if they could erase it. Baby, did you forget to take your... അപ്പോൾ RTRൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിക്സൽ LEDയും കൂടെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കി. ഇത് കസ്റ്റമർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ല, പക്ഷേ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇതിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഏത് ഷേപ്പിൽ വേണോ നമ്മൾ കണ്ണ് വയ്ക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കണോ ആ ഷേപ്പിനെ നമ്മൾ സ്റ്റിക്കർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ അടിപൊളി ലുക്കായിട്ടിരിക്കും. ഇത് നമുക്ക് മൾട്ടി കളറാണ്, നമുക്ക് ഏത് വേണമെങ്കിലും റിമോട്ട് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ RGB ലൈറ്റ് നമുക്ക് 220-ൽ മാത്രമല്ല, മാക്സിമം എല്ലാ വണ്ടിക്കും വയ്ക്കാം. MT ആവട്ടെ, എല്ലാ വണ്ടിക്കും നമുക്ക് മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ RGB ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഫുൾ സെറ്റോടെ നമ്മൾ 1350-ക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ DRL സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇരുന്നോട്ടെ, നിങ്ങൾ ഈ ഹെഡ്ലൈറ്റിനെ ഊരി നിങ്ങൾ കൊറിയർ അയച്ചു വിട്ടാൽ നമ്മൾ ഇവിടെ നിന്ന് DRL ലൈറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് കൊറിയർ അയച്ചു വിടും. അപ്പോൾ ഹെഡ്ലൈറ്റ് ഊരി നിങ്ങൾ തരാണെങ്കിൽ ഇത്ര റേറ്റൊന്നും വരില്ല എന്തായാലും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമർ ചോദിച്ചത് അപ്പം ഈ രീതിയിലാണ്. ഇത് നമ്മൾ പണ്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പം അതേ രീതിയിലാണ് അവർക്ക് കണ്ണ് വേണം, വന്നിട്ട് ഈ ടൈപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും ഇതിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനെങ്കിലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.